ഞാനിപ്പോ അടുത്ത് കഴിഞ്ഞ മാസം മാട്ടൂല് ഭാഗത്തൊരു വയലിന് പോയപ്പോ ഒരേ പള്ളിയിൽ 2 ദിവസം നിസ്കരിക്കാൻ കയറി. ഒരേ പള്ളിയിൽ തന്നെ 2 ദിവസവും പ്രായമുള്ള 3 ആളുകളെ അവിടെ കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ആ പള്ളി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ വരെ നാളെ അള്ളാഹുവിന്റെ കോർട്ടിൽ അവർക്ക് സാക്ഷി വിസ്തരിക്കും. അല്ലാഹുവേ, നിന്റെ പള്ളിയിലെ ഇത്രാമത്തെ സൊഫിൽ മഗ്രിബ് ആര് ശല്യപ്പെടുത്തുന്ന ഒരു വാക്കും പറയണ്ട. ലാ യസാലു അഹദുകും ഫീ സ്വലാത്തിൻ മൻതദർതുമുസ് സ്വലാ. നിസ്കാരം നിങ്ങൾ കാത്തിരിക്കുന്ന കാലത്തോളം നിങ്ങൾ നിസ്കാരത്തിലാണ്. അഥവാ നിസ്കാരത്തിൽ പ്രവേശിച്ചതിന്റെ വലിയ മഹത്വം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നു. സഹോദരന്മാരെ, 12 മണി കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തിന് വരുമ്പോ മദീനത്തെ പള്ളിയിലതാ സ്വഹാബത്ത് കാത്തിരിക്കുന്നു. ഇശാഇന്റെ ജമാഅത്തിന് വേണ്ടി പകല് മുഴുവനും മരുഭൂമിയുടെ മരുപ്പറമ്പിൽ വലിയ ചൂടും സഹിച്ച് ജീവിതത്തിന്റെ ഹലാലായ വഴികൾക്ക് വേണ്ടി അള്ളാന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന വലിയ വലിയ മഹാന്മാർ, ലോകത്തുള്ള ഏറ്റവും വലിയ ഔലിയാക്കൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രഥമമായ കണ്ണിയാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ സുഫിൽ കാത്തിരിക്കുകയാണ്. ആർക്കും ഒരു വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈകിപ്പോയതിൽ ആർക്കും പരിഭവമില്ല, പരാതിയില്ല. അവരോട് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ജമാഅത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ലേ? എത്ര സമയം? ഇശാഇന്റെ വാങ്ക് കൊടുത്ത് 3-4 മണിക്കൂർ കാത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത്രയും നേരം നിങ്ങൾ നിസ്കാരത്തിലാണ്. ഇത്രയും നേരം ഓരോ സെക്കൻഡ് സമയവും നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ കാത്തു കഴിയുമ്പോ അല്ലാഹു നിങ്ങൾക്ക് ദറജകൾ ഇങ്ങനെ ഉയർത്തി 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 തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായാ വയർഫഉ ബിഹിദ് ദറജാത്ത്. നിങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങൾ അറിയിച്ചു തരട്ടെ. ആ കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു തആല പാപങ്ങൾ മായ്ച്ചു കളയും, ദറജകൾ അല്ലാഹു ഉയർത്തിത്തരും, ദുനിയാവിലുള്ള സ്ഥാനവും ഉയർത്തിത്തരും, ആഖിറത്തിലുള്ള പദവും ഉയർത്തിത്തരും. സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയേ, പറഞ്ഞു തരൂ, ഞങ്ങൾ സ്വീകരിക്കാം. ആ ഹദീസിൽ 3 കാര്യങ്ങളാണ് തങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഇസ്ബാഗുൽ വുളൂഇ അലൽ മക്കാരിഹി, പ്രയാസമുള്ള ഘട്ടത്തിലും വുളൂ പൂർണ്ണമായി ചെയ്യുക. എന്തെല്ലാവരും മേലോട്ട് നോക്കുന്നു? ആ, അത് ശരി. ഞാൻ കരുതി മേലോട്ട് എന്തുണ്ടോ എന്ന് കരുതിപ്പോയി. അത് ശരി. ഇസ്ബാഗുൽ വുളൂഇ അലൽ മക്കാരിഹി, പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ വുളൂ പൂർണ്ണമായി ചെയ്യുക. വെള്ളം കുറവാണ്, പൂർണ്ണമായി വുളൂ എടുക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നല്ല തണുപ്പാണ്. ഇവിടെ തണുപ്പൊന്നുമില്ല. തണുപ്പുണ്ടോ? ഇവിടെ നല്ല കാലാവസ്ഥ, നല്ല റാഹത്ത്. ഞാൻ വിചാരിച്ചു തണുപ്പുണ്ടായിട്ട് ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും. തണുപ്പൊന്നുമില്ല. ഇന്നലെ ഞാൻ വാതിന് പോയത് കൂടല്ലൊരു ഭാഗത്ത്, അത് വേറൊരു മുക്കിലാണ്. അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. അവര് നിങ്ങളെക്കാരും തണുപ്പ് സഹിച്ചാണ് വാതിന് വന്നത്. അതുകൊണ്ട് കൂലി ഇറക്കി. ഇവിടെ ഇപ്പൊ തണുപ്പൊന്നും ഇല്ലല്ലോ. തണുപ്പുള്ള ഘട്ടത്തിലും ഇവിടുത്തെ ആൾക്കാർ വരും, സംശയമൊന്നുമില്ല. കാരണം ഇൽമിനെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന നല്ല മനുഷ്യന്മാരാണ് ഈ നാട്ടുകാർ. അള്ളാഹു ഈ നാടിന് ആ ചൈതന്യം നിലനിർത്തി തരട്ടെ. അതിവിടെ വന്നപ്പോൾ തന്നെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരും. തങ്ങൾ പറഞ്ഞത് ഇസ്ബാഗുൽ വുളൂഇ അലൽ മക്കാരിഹ്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ വുളൂ പൂർത്തിയാക്കിയെടുക്കുക. വെള്ളം കുറവാണ്, എന്നാലും 3 പ്രാവശ്യം കഴുകണം, 3 പ്രാവശ്യം തടവണം. വെള്ളം കുറവാണ്, ഈ കുറഞ്ഞ വെള്ളം കൊണ്ട് എങ്ങനെ ഉസ്താദേ? കുറഞ്ഞ വെള്ളം കൊണ്ട് പൂർണ്ണമായിട്ട് വുളൂ എടുക്കാൻ പഠിക്കണം. ഒരു കുപ്പി വെള്ളം, ആ ഒരു കുപ്പി വെള്ളം നമ്മൾ സാധാരണ കുടിക്കാൻ വാങ്ങുന്ന 20 അല്ലെങ്കിൽ 25 രൂപ കൊടുത്ത് വാങ്ങുന്ന വെള്ളം, ആ വെള്ളം കൊണ്ട് 3 പ്രാവശ്യം അവയവങ്ങളൊക്കെ കഴുകേണ്ടതൊക്കെ കഴുകി, തടവേണ്ടതൊക്കെ തടവി പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം. ചിലർ ചോദിക്കും, ഉസ്താദേ ഒരു കുപ്പി വെള്ളം കൊണ്ട് എങ്ങനെ സാധിക്കും?
നിത്യവും അറബികൾ ഉളു എടുക്കാൻ അത്ര വെള്ളം ഉപയോഗിക്കുന്നു. ഉളു എടുക്കാൻ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നു എന്നുള്ളൊരു മഹത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അത് വെള്ളം കാണുമ്പോൾ പിന്നെ അങ്ങനെയാണ്. പാട്ട കാണുമ്പോൾ പാട്ടക്ക് കണക്കാക്കിയാണ് ആൾക്കാർ ഒഴിക്കുന്നത്. ഹൗദിലുള്ള കോപ്പ, ഒരു കോപ്പ കൊണ്ട് തന്നെ 3 വട്ടം ഒരു കാല് കഴുകാൻ കഴിയും. ഒരു കോപ്പ കൊണ്ട്, ഒരു ചെറിയ കോപ്പ കൊണ്ട് 3 പ്രാവശ്യം ഒരു കാല് കഴുകാൻ കഴിയും. നമ്മുടെ നാട്ടിലൊക്കെ ഉളു എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മൂളി. ഇവിടെ എന്താ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അതന്നെ ഏതായാലും ആ വസ്തു ഞങ്ങളെ നാട്ടിൽ പറയുന്ന പേരോട് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ചിരിച്ചു പോകും. പിന്നെ ഞാൻ അത് കേൾക്കണ്ടേ? അതുകൊണ്ട് അങ്ങനെ എല്ലാതും പറയാൻ കഴിയില്ല, പ്രശ്നമാണ്. ഈ ഓൺലൈനിൽ ചിലപ്പോൾ ചില ആൾക്കാർ കേൾക്കുന്നുണ്ടാകും, അത് അതിനെല്ലാം വലിയ വിഷയമാണ്. അപ്പൊ മൂളി എന്ന് പറയും, സംഗതി മനസ്സിലായി? അതിലെത്ര കുറഞ്ഞ വെള്ളേ ഉള്ളൂ. പക്ഷെ ആ ഉപകരണം കൊണ്ട് ഉളു എടുത്താലും പിന്നെയും അതിൽ വെള്ളം ബാക്കി ഉണ്ടാവും, അല്ലേ? അപ്പൊ എങ്ങനെ അത്? അതാണ് പാകത്തിൽ ഉപയോഗിക്കാൻ ശീലിക്കാന്ന്. എല്ലാ വീട്ടിലും സത്യത്തിൽ കുട്ടികളെ കൊണ്ട് ഉളു എടുപ്പിക്കേണ്ടത്, ഉമ്മമാരൊക്കെ ഉളു എടുക്കേണ്ടത് അങ്ങനത്തെ ഉപകരണം കൊണ്ടാണ്. കാരണം നിങ്ങൾ നോക്കി, പൈപ്പ് ഇങ്ങനെ തുറന്ന് ഉളു കൊടുക്കുകയാണെങ്കിൽ എത്ര വെള്ളം താഴോട്ട് ഒഴുകിപ്പോകും. ഇയാളിങ്ങനെ മുഖമൊക്കെ കഴുകുമ്പോഴൊക്കെ വെള്ളം അങ്ങനെ പോകാൻ, ആ വെള്ളം 2 ആൾക്ക് ഉളു കൊടുക്കാണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എത്രയോ വെള്ളം, കുറച്ചൊന്നുമല്ല. അല്ലാഹു ജല്ല ജലാലുഹു അവൻ ഔദാര്യമായി തന്നതാണ് വെള്ളം. നമ്മുടെ ആരുടെയും അവകാശമല്ല, അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ആ വെള്ളം ചെലവഴിക്കുന്നതിലും അല്ലാഹു കൃത്യമായ കണക്ക് വച്ചിട്ടുണ്ട്. അപ്പുറം ഉപയോഗിക്കാൻ പാടില്ല. കടൽ തീരത്താണെങ്കിൽ പോലും 3-ൽ-അധികം 4-മത്തെ പ്രാവശ്യം തടവരുത്, കഴുകരുത് എന്നല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഉളു എടുക്കുമ്പോ കുറഞ്ഞ വെള്ളം കൊണ്ട് പൂർണ്ണമായി ഉളു എടുക്കാൻ പഠിക്കണം. നല്ല തണുപ്പുള്ള സന്ദർഭത്തിലും 1 പ്രാവശ്യമാക്കി ചുരുക്കാതെ 3 പ്രാവശ്യം കഴുകണം. ഇസ്ബാഗുൽ വുളൂഇ അലൽ മകാരിഹി, ദറജയേറി കിട്ടാനുള്ള വലിയൊരു കാര്യമാണ് ഉളു പൂർണ്ണമാക്കി എടുക്കുക. അതുമാത്രം അല്ല പൂർണ്ണത എന്ന് പറഞ്ഞാല് തുടക്കത്തിലും ഒടുക്കത്തിലും ദിക്റുണ്ട്. ദിക്ർ പൂർണ്ണമായി ചൊല്ലുക. അഊദു 3 പ്രാവശ്യം, ബിസ്മി 3 പ്രാവശ്യം, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാ തഹൂറ എന്നിവരെയുള്ള ദിക്ർ 3 പ്രാവശ്യം. എണ്ണി നോക്കുമ്പോ ഒരു പക്ഷേ നമുക്കിങ്ങനെ ഒരു ഉളു ലഭിച്ചിട്ടുണ്ടാകൂല. പിന്നെയോ ചില മഹാന്മാരൊക്കെ കയ്യിനും കാലിനും മുഖത്തിനും ചില പ്രത്യേക ദിക്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ചില ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. മുഖം കഴുകുമ്പോൾ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തബിയദ്ദു വുജൂഹുൻ വ തസ്വദ്ദു വുജൂഹ്, അല്ലാഹുവേ എന്റെ മുഖത്തിന് നീ പ്രകാശം തരണം. ചില മുഖങ്ങൾ പ്രകാശിക്കുകയും ചില മുഖങ്ങൾ കറുകറുക്കുകയും കരിവാളിക്കുകയും ചെയ്യുന്ന ദിനം. അങ്ങനത്തെ ഒരു ദിനം ആഖിറത്തിൽ വരാനുണ്ടല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ തഫ്സീർ പ്രകാരം വെളുക്കുന്ന മുഖങ്ങൾ വുജൂഹു അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്ന വൽ ജമാഅയുടെ മുഖങ്ങളാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മെയും പെടുത്തി തരട്ടെ. നമ്മുടെ സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യന്മാർ, സഹപാഠികൾ, ഉസ്താദുമാർ എല്ലാവരെയും പെടുത്തി തരട്ടെ. അതേ സമയത്ത് കറുക്കുന്ന കരിവാളിക്കുന്ന മുഖങ്ങൾ, ഇവിടെ എത്ര കാണാൻ ഭംഗിയുണ്ടായാലും ചിലത് അവിടെ പോകുമ്പോൾ കറുത്ത് കരിവാളിക്കും. മുഖം നോക്കിയാൽ തന്നെ വിഷമം സൃഷ്ടിക്കുന്ന മുഖങ്ങളാണ് വുജൂഹു അഹ്ലിൽ ബിദ്അ. ബിദ്അത്തുകാരന്റെ മുഖം കറുകറുത്തു പോകുന്നു. കാരണം അവന് സുന്നത്തിനോട് പുച്ഛ മനോഭാവമാണ്. പല സുന്നത്തുകളെയും അവൻ തിരുത്തിയവനാണ്. പോകട്ടെ, അല്ലാഹുവിനെ വരെ തിരുത്തിയവനാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ ഇകഴ്ത്തിയവനാണ്. അവന്റെ മുഖത്തിന് എങ്ങനെ പ്രകാശം ലഭിക്കാനാണ്? അല്ലാഹു നൽകുന്ന നൂറല്ലേ മുഖത്തുള്ളത്. ആ നൂറ് കിട്ടണമെങ്കിൽ ഏറ്റവും വലിയ നൂറായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുകയും കാണേണ്ടതുപോലെ കാണുകയും ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കുകയും പ്രത്യേകതകൾ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളുകയും വേണ്ടേ? അതൊന്നും ഇല്ലാത്തവർക്ക് എന്തു പ്രകാശമാണ്? അപ്പൊ സഹോദരങ്ങളെ, പൂർണ്ണമായി ഉളു എടുക്കുക. ഉളു എടുത്തു കഴിഞ്ഞാലോ 2 കൈയും കണ്ണും മേൽപോട്ടുയർത്തി ഖിബിലാക്ക് തിരിഞ്ഞു നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് തുടങ്ങിയിട്ടുള്ള ദിക്ർ 3 പ്രാവശ്യം ചൊല്ലുക. അതേ
അത് കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്ത് ഓതുക. എന്നാൽ വലിയ മഹത്വം ഉണ്ട്. ഈ ദിക്ർ 3 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ ഒരു സീല് കൊണ്ട് സീല് വെക്കപ്പെടുന്നു. എന്താണ് സീല് വെക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? സീല് വെക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിന് സ്വീകാര്യതയുണ്ട് എന്നാണ്. നമ്മളൊരു കത്ത് കൊണ്ടുപോയി കൊടുത്താൽ, ഒരപേക്ഷ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കലക്ടറുടെ ചേംബറിലോ എവിടെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ അതവർ സ്വീകരിച്ചു എന്നതിനൊരു സീല് വെക്കും. പിന്നെ അതിന്റെ പുറത്തൊരു എഴുതി വെക്കും. അത് പരിഗണിക്കണോ പരിഗണിക്കണ്ടേ എന്നുള്ളതിനുള്ള എഴുത്താണ്. അത് വ്യത്യസ്ത കളറാണ്. പരിഗണിക്കുന്നൊരു കളറുണ്ട്, പരിഗണിക്കാത്തൊരു വേറെ കളറുണ്ട്. അതിരിക്കട്ടെ, ഒരു സീല് വെക്കും. അത് സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ്. ഒരു ഉന്നത ഓഫീസിൽ ഒരു ലെറ്റർ കിട്ടിയാൽ ഒരു സീല് വെക്കും. ഇപ്പോഴും ആ പതിവുണ്ട്. സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ പോസ്റ്റ് ഓഫീസിൽ കത്ത് കിട്ടിയാൽ പോസ്റ്റ്മാൻ എന്ത് ചെയ്യും? ഒരു സീല് വെക്കും. ഈ കത്ത് അയാൾ സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അത് അടുത്ത പോസ്റ്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ അയാൾ ഒരു സീലടിക്കും. അയാൾ ഇത് സ്വീകരിച്ചു എന്നാണ്. എല്ലാവരും സ്വീകരിച്ച കത്താണെങ്കിൽ വ്യക്തിയുടെ കയ്യിൽ കിട്ടും, അല്ലെങ്കിൽ തിരിച്ചു പോകും, അല്ലെങ്കിൽ ആളെ കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകും, അന്വേഷിച്ചാൽ തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ അതിന് വേറൊരു എഴുത്തും എഴുതും ചെയ്യും. അങ്ങനെ ഒരു സീല് കൊണ്ട് സീല് വെക്കപ്പെടും. അള്ളാഹു സ്വീകരിക്കുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് സാധാ ഒരു അമലല്ല. ഫലം യുക്സർ ഹത്താ യദ്ഖുലൽ ജന്ന. ഹദീസിൽ കാണാം, ആ സീല് പിന്നെ പൊട്ടിക്കപ്പെടൂല, ആ സീല് പിന്നെ തകർക്കപ്പെടൂല. എന്താ സഹോദരങ്ങളെ സീല് പൊട്ടിക്കൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹു സ്വീകരിച്ച സ്വീകാര്യത പിന്നെ മാറ്റൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തി, ലം യസുൽ ഇലൈഹി മുബ്തിലുൻ, ബാത്തിലാക്കുന്ന ഒരു കാര്യവും ഈ ദിക്റിലേക്ക് ചെന്നു ചേരൂല. ഏത് തെറ്റ് നിങ്ങൾ ചെയ്യാലും ഈ ദിക്റിന്റെ ഫലം നഷ്ടമാകൂല. എത്ര ശ്രേഷ്ഠതയുള്ള ദിക്റാണ്! കയ്യും കണ്ണും ഒന്ന് മേൽപോട്ട് ഉയർത്തിയിട്ട് ഖിബിലാക്ക് തിരിഞ്ഞു നിന്ന് ഈ ദിക്ർ ചൊല്ലാത്ത ഉപ്പമാരെ പഴയ കാലത്ത് കാണാൻ കഴിയൂല, ഉമ്മമാരെ കാണാൻ കഴിയൂല, ഉസ്താദുമാരെ കാണാൻ കഴിയൂല. മഗ്രിബ് നിസ്കാരത്തിനെങ്ങാനും ഇഖാമത്ത് കൊടുത്താ പിന്നെ ആളുകൾക്ക് ദിക്റില്ല. മഗ്രിബിനെങ്ങാനും ബാങ്ക് കൊടുത്താ പിന്നെ ദിക്റില്ല. ബാങ്ക് കൊടുത്തു, എന്തിനാ ദിക്ർ? ഇവ ഖതീബ് ഖുതുബ തുടങ്ങിപ്പോയി, ഇനി ദിക്റൊന്നും സുന്നത്തില്ല. ആര് പറഞ്ഞു സുന്നത്തില്ല? ഫർളിൽ മാത്രം ചുരുക്കേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ട്, സുന്നത്തായിട്ടുണ്ട്. വുളൂഇന്റെ ഫർള് മാത്രം ചുരുക്കിയെടുക്കൽ നിർബന്ധമുള്ളതുണ്ട്, സുന്നത്തുള്ളതുണ്ട്. സുന്നത്തുള്ളത് എപ്പോഴാ? ഇപ്പൊ സുന്നത്തുകൾ മൊത്തം എടുത്ത് വുളൂ എടുത്താൽ ജമാഅത്ത് കിട്ടൂല എന്ന് കണ്ടാൽ ഫർളുകളിൽ മാത്രം ചുരുക്കിയിട്ട് ജമാഅത്ത് കിട്ടാൻ വേണ്ടി പോകണം. അതേസമയത്ത് ജമാഅത്ത് 2, 3, 4 ഒക്കെ കിട്ടും, എന്നാലും ദിക്ർ ചൊല്ലൂല. അങ്ങനെ തന്നെ ഈ ദിക്ർ ചൊല്ലണം. ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ കടക്കുന്നത് വരെ സീല് പൊട്ടിക്കൂല. ഈ ദിക്ർ ചൊല്ലിയാൾ സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? മുഅ്മിനീങ്ങളെ, ആരാണ് സ്വർഗത്തിലെത്തുക? സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് മുഅ്മിനീങ്ങൾ മാത്രമാണ്. മുനാഫിഖീങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. കപട വിശ്വാസികൾ നരകത്തിന്റെ ആഴിയിലാണ്. വലൻ തജിദ ലഹും നസീറാ. അവരാ ശിക്ഷയിൽ നിന്ന് തടഞ്ഞു നിർത്തിയിട്ട് രക്ഷ കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായിയെയും തങ്ങൾ കണ്ടെത്തിക്കൂല. കപടന്മാരവിടെ കടക്കൂല, സ്വർഗത്തിലെത്തൂല. സത്യനിഷേധികളും സ്വർഗത്തിലെത്തൂല. സ്വർഗത്തിലെത്തണോ ഈമാന് വേണം. സ്വർഗത്തിലെത്തുന്നത് വരെ സീല് പൊട്ടിക്കൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ ദിക്റൊക്കെ പതിവായി ചൊല്ലുന്ന ആള് മുഅ്മിനായിട്ടേ മരിക്കൂ. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ വിശദീകരിച്ചത് കാണാം. ഈമാനോടെ മരിക്കാനും ഈ ദിക്ർ ഒരു സഹായകമാണ്. ആ ദിക്ർ ചൊല്ലുന്ന ആള് അല്ലാഹുവോട് 3 തരം പ്രാർത്ഥന നടത്തുന്നുണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ.
അല്ലാഹുവേ തൗബ സ്വീകരിക്കുന്ന ആളുകളിൽ എന്നെ നീ പെടുത്തി തരണേ. അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീന, തൗബ സ്വീകരിക്കുന്നവരിൽ എന്നെ നീ പെടുത്തി തരണേ. വജഅൽനീ മിനൽ മുതതഹിരീന, ശുദ്ധിയുള്ളവരിൽ, അകവും പുറവും ശുദ്ധിയുള്ളവരിൽ എന്നെ നീ പെടുത്തി തരണേ. വജഅൽനീ മിൻ ഇബാദിക സ്വാലിഹീൻ, നിന്റെ സച്ചരിതരായ അടിമകളിൽ എന്നെ നീ പെടുത്തി തരണേ അല്ലാഹ്. മൂന്നും ദുനിയാവിൽ നിന്ന് കിട്ടേണ്ടതാണ്, ആഖിറത്തിലും അതിന്റെ ബാക്കിയുള്ളതാണ്. അതിനീ ശ്രേഷ്ഠമായ ദുആ ആരും ഒഴിവാക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ കൂടിയുള്ള ഉളൂ ആണ്, പൂർണ്ണമായ ഉളൂ. സഹോദരങ്ങളെ, ഉളൂ പൂർണ്ണമാക്കുക എന്നത് വലിയൊരു വിഷയമാണ്. ഇസ്ബാഗുൽ ഉളൂഇ അലൽ മകാരിഹി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉളൂ പൂർത്തിയാക്കി എടുക്കുക. രണ്ടാമത്തെ കാര്യം കസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദി, പള്ളിയിലേക്ക് ചവിട്ടടി അധികരിപ്പിക്കുക. മഗ്രിബിന് വന്നാള് തന്നെ ഇശായിനും വരിക, ഇശായിന് വന്നാള് തന്നെ സുബ്ഹിക്കും വരിക, സുബ്ഹിക്ക് വന്നാള് തന്നെ ളുഹ്റിനും വരിക. പള്ളിയിലേക്ക് എത്ര ചവിട്ടടി അധികരിപ്പിക്കുന്നോ ദറജ അല്ലാഹു ഉയർത്തി തരുന്നു, പാപങ്ങൾ അല്ലാഹു മായ്ച്ചു തരുന്നു, ഒരുപാട് നന്മകൾ ഏറ്റി തരുന്നു. വാഹനം കൊടുക്കാൻ സ്വഹാബത്ത് ഉദ്ദേശിച്ചിട്ടും വാഹനം വാങ്ങാത്തൊരു സ്വഹാബിണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത്. എല്ലാവരും കൂടി പറഞ്ഞു, നബിയെ ഞങ്ങൾ അയാൾക്കൊരു വാഹനം വാങ്ങിക്കൊടുക്കാം. എത്ര വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടും വേണ്ടാന്ന്. നടന്നങ്ങനെ വരും, നടന്നു വന്ന് ശരീരമൊക്കെ വിയർത്ത് കുളിച്ചിങ്ങനെ ഒലിക്കുന്നുണ്ടാവും. പൊടിപടലങ്ങളൊക്കെ മുടിയിലും താടിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നു ജമാഅത്തിന് ദൂരത്തുനിന്ന് വരുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ സഹാബിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല അവർക്കൊരു വാഹനം വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ സ്വീകരിക്കാത്തത്? ആ സമയത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ നടത്തവും ആ നടത്തത്തിൽ എന്റെ മൂക്കിലേക്കും കണ്ണിലേക്കും കാതിലേക്കും രോമങ്ങളിലേക്കൊക്കെ പടരുന്ന പൊടിപടലങ്ങളും, എന്റെ നടത്തത്തിൽ എനിക്ക് വരുന്ന ക്ഷീണവും എന്റെ വിയർപ്പിന്റെ തുള്ളികളും, ഇതിലൊക്കെ എനിക്ക് അല്ലാഹുവിൽ നിന്ന് കൂലി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റബ്ബ് തആല എനിക്ക് ഫലം തരണം, പ്രതിഫലം തരണം എന്ന് ഞാൻ കാംക്ഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളാ കരുതിയത് മുഴുവനും നിങ്ങൾക്കുണ്ട്. എന്തൊക്കെ നിങ്ങൾ കരുതിയോ മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി തന്നിട്ടുണ്ട്. നന്മയുടെ വഴിയിൽ നടക്കുമ്പോ നടത്തം രേഖപ്പെടുത്തപ്പെടും. വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ നഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇതുകൊണ്ടാണല്ലോ ജുമുഅക്ക് വരുന്ന ആളും ജമാഅത്തിന് വരുന്ന ആളും പെരുന്നാളിന് വരുന്ന ആളും കഴിവുകേടൊന്നും ഇല്ലെങ്കിൽ നടന്നു വരലാണ് ഉത്തമം. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്, നടത്തത്തിന് കൂടുതൽ പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ പെരുന്നാളിനും നടന്നു വരലാണ് അഫ്ളല്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വന്നിട്ടുണ്ട്. രണ്ട് വഴികൾ സ്വീകരിച്ചിട്ടുണ്ട്. നന്മകൾ അതുമൂലം പെരുപ്പിക്കാൻ കൂടിയാണ്. പള്ളിയുടെ അടുത്തേക്ക് താമസം മാറ്റാൻ ഉദ്ദേശിച്ച ബനൂ സലമ ഗോത്രക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനൂ സലമ ഗോത്രക്കാരെ, നിങ്ങൾ വീട് വിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നു എന്ന് കേട്ടല്ലോ. അതേ നബിയെ, വീട് വിട്ടിട്ട് മദീനത്തെ പള്ളിയുടെ അടുത്ത് വന്ന് താമസിക്കാനാണ്. എന്നാ പിന്നെ ഒറ്റ ജമാഅത്തും പോകൂലല്ലോ, എല്ലാ പരിപാടികളും കൃത്യമായി ഞങ്ങൾക്ക് കിട്ടുമല്ലോ, ഒരു ഇൽമിന്റെ സദസ്സും ഞങ്ങൾക്ക് നഷ്ടപ്പെടൂലല്ലോ, ഒരു പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഒഴിവാകൂലല്ലോ. വേണ്ട വേണ്ട, ദിയാറക്കും തുക്തബ് ആസാറുക്കും, നിങ്ങളിപ്പോ താമസിക്കുന്നിടത്ത് തന്നെ കൂടണം. അവിടം വിട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. നിങ്ങളുടെ കാലടിപ്പാടുകൾ നിങ്ങൾക്ക് കണക്കാക്കപ്പെടുന്നുണ്ട്. തുക്തബു ആസാറുക്കും, നിങ്ങളുടെ കാലടിപ്പാടുകൾ, കാലിന്റെ അടയാളങ്ങൾ
അത് നിങ്ങൾക്ക് എഴുതപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് കണക്കാക്കപ്പെടുന്നുണ്ട്. പള്ളിയിലേക്കുള്ള ചവിട്ടടി അധികരിപ്പിക്കും പോലെ തന്നെയാണ് ഉമ്മമാരെ ഇൽമിന്റെ മജ്‌ലിസിലേക്കും നമ്മൾ ഈ വന്നെത്തിയതൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാനാണല്ലോ ഏറ്റവും ദൂരത്തുനിന്ന് വന്നത്, അല്ലാഹു കബൂലാക്കി തരട്ടെ. നമ്മളെ നിയ്യത്തിൽ ഒരു കുറവും വരുത്താതെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ നാട് ഞാൻ ആദ്യമായിട്ട് കാണും. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇങ്ങോട്ട് വരാനും ഈ പരിപാടിയിൽ സംബന്ധിക്കാനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകിയല്ലോ, അല്ലാഹു കബൂലാക്കി തരട്ടെ. വീട്ടിൽ നിന്ന് നടന്നു വന്ന ഒരുപാട് അപ്പുറത്ത് നടന്നു വരുന്ന സഹോദരിമാരൊക്കെ ഉണ്ട്. അതിൽ ക്ഷീണം സഹിച്ചു വന്നവരുണ്ട്, പ്രഷറുള്ളവരുണ്ട്, ഷുഗറുള്ളവരുണ്ട്, പലതും ഉള്ളവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകട്ടെ. അതൊക്കെ സഹിച്ചു വന്നതിനോ ഏറെ പ്രതിഫലമാണ്. അതേ സുഖമായി മഗ്‌രിബ് നിസ്കാരം ഇശാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നതിന് പകരം ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരുന്നതിന്റെ മഹത്വം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഉലമാഇനെ സ്നേഹിക്കുന്നതിന്റെ മഹത്വം അല്ലാഹു നമുക്ക് നൽകട്ടെ. രണ്ട് കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യമാ പറഞ്ഞത്, പള്ളിയിലേക്കുള്ള ചവിട്ടതി വർദ്ധിപ്പിക്കുക. വാഹനമുള്ളവരെ, വാഹനം വീട്ടിലെ ഭംഗിക്ക് വേണ്ടി മാത്രമുള്ളതാകരുത് കേട്ടോ. വാഹനം വീട്ടിലെ ഭംഗിക്ക് വേണ്ടി മാത്രമുള്ളതാകരുത്. ചില വാഹനങ്ങളൊക്കെ പ്രതികൂലമായി സാക്ഷി നിൽക്കുമെന്ന് ഹദീസിലുണ്ട്. കുതിരയെ പറ്റിയാണ് പറഞ്ഞത്. കാരണം അന്ന് പുള്ളിങ്ങുള്ള വാഹനം കുതിരയാണ്. ഇന്നിപ്പോ കുതിര പുറത്തല്ലല്ലോ, അതിനേക്കാളും നല്ല സ്പീഡുള്ള വാഹനം ഒരു പക്ഷേ നമുക്കിവിടെ കിട്ടും. നമ്മുടെ റോട്ടിലൂടെ കുതിര ഓടുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിൽ ഓടുന്ന വാഹനം ഉണ്ടാകും. മരുഭൂമിയാണെങ്കിൽ ഇപ്പോഴും വാഹനത്തെ കുതിര കവർ ചെയ്യും, അത് വേറെ വിഷയം. കുതിരയുടെ ഓട്ടം നല്ല സ്പീഡുള്ള ഓട്ടമാണെന്ന് ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചല്ലോ. വൽ ആദിയാതി ളബ്ഹാ ഫൽമുരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅതർന ബിഹി നഖആ. പൊടിപടലങ്ങൾ എത്ര ഉയർന്നു വന്നാലും അതിന്റെ ഓട്ടം നിലക്കുകയില്ല. പിന്നെയും പിന്നെയും പൊടികളെ മുഴുവനും വകഞ്ഞു മാറ്റി മുന്നോട്ട് കുതിക്കുന്നു കുതിരകൾ. ആ കുതിര നല്ല ബറക്കത്തുള്ള ജീവിയാണ്. പക്ഷേ കുതിര അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് ഉപയോഗിക്കാതെയോ, യുദ്ധം ചെയ്യാൻ പോകുന്ന ആൾക്ക് സഹായത്തിന് കൊടുക്കാതെയോ, വീട്ടിലെങ്ങനെ ഭംഗിക്ക് വേണ്ടി അലങ്കാരത്തിന് വേണ്ടി അങ്ങനെ വെച്ചാൽ ആ കുതിര അവന് പ്രതികൂലമാണ്, അനുകൂലമല്ല. നിങ്ങൾക്കൊക്കെ വാഹനങ്ങളില്ലേ വീടുകളിൽ? മഈശത്തിന് വേണ്ടി മാത്രമാണോ സഹോദരങ്ങളെ വാഹനങ്ങൾ? സുബ്ഹിക്ക് ആദ്യമായി വാഹനം പള്ളി മുനാരം, പള്ളിമുറ്റം കാണട്ടെ. വാഹനവും ആഖിറത്തിൽ വരും. മനുഷ്യൻ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ സാക്ഷിയായി വരും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വായിക്കുന്നൊരു ദിവസമുണ്ട്. ഭൂമി അതിന്റെ വിവരങ്ങൾ പറയുന്നൊരു ദിവസമുണ്ട്. അല്ലാഹുവിന്റെ വഹയി കൊണ്ടാണ് പറയുന്നത്. ആ ഭൂമിയിലൂടെ ഖൈറിനെ വേണ്ടി ഉപയോഗപ്പെടുത്തിയ എന്തെല്ലാം ഉണ്ടോ, ഒരു തസ്ബീഹ് മാലയടക്കം അവിടെ സാക്ഷിയാണ്. അതേ തസ്ബീഹ് മാല ഇല്ലാത്ത ആള് കല്ല് കൊണ്ടാണോ തസ്ബീഹ് എണ്ണം പിടിച്ചു ചൊല്ലിയത്, ആ കല്ലും ആഖിറത്തിൽ സാക്ഷിയാണ്. അതേ ഒരു മനുഷ്യൻ നടന്നുപോയിട്ട് ചവിട്ടിയ മൺതരികൾ ആഖിറത്തിൽ സാക്ഷിയാണ്. അവനവന്റെ വാഹനം ആഖിറത്തിൽ സാക്ഷിയാണ്. എന്നും രാവിലെ സുബ്ഹിക്ക് ഈ പള്ളിമുറ്റത്ത് നിങ്ങളെ വാഹനം എത്തിയാൽ, ഈ പള്ളി കോമ്പൗണ്ട് കണ്ടില്ലേ, വാഹനം നിരത്തി വെക്കാൻ ഇഷ്ടം പോലെ സ്ഥലം ഇവിടെയുണ്ട്. നിങ്ങളെല്ലാവരും വാഹനം കൊണ്ടുവന്നാലും ഇവിടൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടൊക്കെ സൗകര്യം ഇഷ്ടം പോലെ സൗകര്യം. പള്ളി കോമ്പൗണ്ട് കണ്ടപ്പോഴേക്കും എനിക്ക് സന്തോഷമായി. കാരണം സ്ഥലത്തൊക്കെ പോയാൽ 10 വാഹനം വെച്ചാൽ പിന്നെ അവിടെ ഫുള്ളായി പോയി. അവിടെ അത്രയും സൗകര്യം ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനല്ല. ഈ നാട്ടിൽ എല്ലാവരും വാഹനം കൊണ്ടുവന്ന് വെച്ചാലും സുബൈക്ക് വന്നാൽ വാഹനക്കൊക്കെ നല്ല സൗകര്യം. മദീനത്തെ പള്ളിയിൽ ജുമുഅ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാഹനം കണ്ടിരുന്നത് സുബ്ഹിക്കാണ്. സുബ്ഹിക്ക് സ്വഹാബത്തൊക്കെ വാഹനങ്ങളിൽ പള്ളിയിലേക്ക് വരാണ്. അവരെ വാഹനങ്ങൾക്ക് അന്ന് ലൈറ്റ് എന്തായിരുന്നു? എന്തെങ്കിലും ഒരു കത്തിച്ചു പിടിച്ച വിളക്കോ ഒരു തിരിയോ മാത്രമായിരുന്നു. നമ്മൾ ആലോചിക്കണം, കൃത്യമായിട്ട് ആലോചിക്കണം. അല്ലാഹു തന്ന നിഅമത്തുകൾ ചെറുതായി കാണരുത്. അല്ലാഹു തന്ന നിഅമത്തുകൾ ഒട്ടും ചെറുതായി കാണരുത്. വലുതാണ് അല്ലാഹു നമുക്ക് തന്നത്. വലിയ സൗകര്യങ്ങൾ അവർക്ക് കൊടുത്തതിനേക്കാളും എത്രയോ പത്തരമാറ്റിൻ പവറുള്ള സൗകര്യങ്ങളാണ് അല്ലാഹു തന്നത്.
പക്ഷേ ആ സൗകര്യങ്ങൾ ഖൈറിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് വേണം. അതാണ് തൗഫീഖ്. തൗഫീഖ് എന്ന് പറഞ്ഞാല്, തൗഫീഖ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ എവിടെന്നെങ്കിലും നിങ്ങൾ വീണ് കിട്ടുന്നതല്ല. തൗഫീഖ് എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ അല്ലാഹു തആല കൊടുത്ത കാരണങ്ങൾ, സമ്പത്താകട്ടെ, ആരോഗ്യമാകട്ടെ, സന്താനങ്ങളാകട്ടെ, ഇൽമാകട്ടെ, നന്മയിൽ അത് ചെലവഴിക്കാനുള്ള അവസരം സൃഷ്ടിക്കുക. അതാണ് തൗഫീഖ് എന്ന് പറഞ്ഞത്. ഒരു മനുഷ്യൻ അല്ലാഹു തആല എന്തെല്ലാം കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്തെല്ലാം മാർഗങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ മാർഗങ്ങളൊക്കെ നന്മയുടെ വഴിയിലേക്ക് തിരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക, അതിനു വേണ്ടി ശ്രമം നടത്തുക. അതാണ് തൗഫീഖ്. തൗഫീഖിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കൽ സുന്നത്തുണ്ട്. നബി തങ്ങളുടെ ദുആയാണല്ലോ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക തൗഫീഖ ലിമാ തുഹിബ്ബു വമിനൽ അമലി മാ തർളാ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് തൗഫീഖ് ഞാൻ ചോദിക്കുന്നു. വമിനൽ അമലി മാ തർളാ, നീ പൊരുത്തപ്പെടുന്ന അമൽ ചെയ്യാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതിന് എനിക്ക് അവസരം തരണം. അപ്പൊ തൗഫീഖ് കിട്ടുന്ന വലിയൊരു ഭാഗ്യവാനാകണം. അല്ലാഹു നമുക്കതിന് അവസരം നൽകട്ടെ. പള്ളികളിലേക്ക് വാഹനവുമായിട്ട് കുടുംബത്തിലെ ആളുകൾ, ഉപ്പമാര് മക്കളെയും കൂട്ടി പള്ളിയിലേക്ക് വരിക. ബാപ്പയുണ്ടാകുമ്പോ എന്റെ വാഹനത്തിൽ ബാപ്പ അങ്ങനെ എന്നെയും കൂട്ടി പള്ളിയിലേക്ക് വന്നിരുന്നു എന്ന് അനുഭവം പറയുന്ന മകൻ ബാപ്പ മരണപ്പെട്ട് ഖബറിലെത്തുമ്പോ ആ മകന്നവന്റെ മക്കളെയും പേരമക്കളെയും കൂട്ടി പള്ളിയിലേക്ക് പോകുമ്പോ ഖബറിൽ കിടക്കുന്ന ബാപ്പയും ഉമ്മയും സന്തോഷിക്കുകയാണ്. ഞാൻ അവനെ അന്നങ്ങനെ വിളിച്ചു കൊണ്ടുപോയതിന്റെ അനന്തര ഫലമായി ഇപ്പോൾ അവന്റെ മക്കളെയും പേരമക്കളെയും അന്നത്തെ വാഹനത്തെക്കാളും വലിയ വാഹനത്തിൽ കൊണ്ടുപോകുന്നു. ഞാനാണല്ലോ കുറെ പ്രാവശ്യം അതിനവന് ശ്രമം കൊടുത്തത്, പരിശ്രമിപ്പിച്ചത്, ആ ശീലം കൊടുത്തത്. ഉമ്മ സന്തോഷിക്കുന്നത് ഞാനാണല്ലോ അവരെ വിളിച്ചുണർത്തിയത്. ഇത് ചെറിയൊരു സന്തോഷമല്ല, വലിയ സന്തോഷമാണ്. അതിന് അവസരങ്ങൾ വേണോ, ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് വേണം. ഹദീസിൽ ദറജ ഉയർത്തിക്കിട്ടാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഹദീസ് ഓതിയത്. ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ കാത്തിരിക്കുക. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ വരെ പള്ളിയിലിരിക്കുന്ന സ്വഹാബിമാരുണ്ടായിരുന്നു. അതിൽ പ്രഗൽഭനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ വരെ പള്ളിയിലിരിക്കും. പുറത്തെവിടെങ്കിലും യുദ്ധത്തിനോ മറ്റോ പോയിട്ടില്ലെങ്കിൽ മദീനത്തുണ്ടായാൽ ഇശാ നിസ്കാരം വരെ പള്ളിയിൽ. എന്താണ് ആ സമയം പണി? ചൊല്ലാനുള്ള സൂറത്തുകൾ, ഓതാനുള്ള സൂറത്തുകൾ, ചൊല്ലാനുള്ള ദിക്റുകൾ ഇതൊക്കെ പതിവാക്കുക. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ അങ്ങനെയായിരുന്നു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ആര് വന്നാലും ഇശാ നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദും കഴിഞ്ഞിട്ടേ സംസാരത്തിന് മുഖം കൊടുക്കുള്ളൂ. കാരണം അവർ ഓതുന്ന ഓത്തിനും ചൊല്ലുന്ന ദിക്റിനും കണ്ട ഏറ്റവും വലിയ വിലയാണ്. പുറത്ത് വന്നിരിക്കുന്ന ആളോ അയാളെ പണമോ അയാളെ സംസാരമൊന്നും അല്ല വലുത്. ഈ മാർഗം എവിടുന്ന് കിട്ടിയതാണ്? മഹത്തുക്കളെ മാർഗം അങ്ങനെയായിരുന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നലവേറും മീശാത്തോ ലുദോരുവാലേ നൽഫദീറ്റാണ്ടോളം സുബ്ഹ് തൊഴുതോവർ. സുബ്ഹി നിസ്കാരം ഇശാ നിസ്കരിച്ച അതേ വുളു കൊണ്ട് നിർവഹിച്ച ഒരുപാട് മഹത്തുക്കളുണ്ട്. 40 കൊല്ലം അങ്ങനെ നിർവഹിച്ച മഹത്തുക്കളിൽ ഒരാളാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അതിനു മുമ്പേ നടന്നു നീങ്ങിയവരിൽ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആഗണത്തിൽപ്പെട്ട മഹാനാണ്. 40 കൊല്ലം ഇശാ നിസ്കരിച്ച അതേ വുളു കൊണ്ട് സുബ്ഹി നിസ്കരിച്ച മഹാനുഭാവനാണ്. ആ സമയത്തൊക്കെ പുറത്തു നിൽക്കുന്ന ഖാദിമിനോട് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ നിർദ്ദേശം, ആര് വന്നാലും വാതിൽ തുറക്കാൻ പാടില്ല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റുകളൊക്കെ കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ കാണാം, അതുവരെ കാത്തു നിന്നോളണം.
നാട്ടിലെ വലിയ മന്ത്രി വന്നു. മന്ത്രിയോടും പറഞ്ഞ വാക്കെങ്ങനെയാണ്? നിങ്ങൾക്ക് ശൈഖ് അവർകളെ കാണണോ? ഇവിടെ കാത്തിരുന്നോളൂ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സമയമുണ്ടാകും, ആ സമയത്ത് വേണമെങ്കിൽ കാണാം, അതുവരെ കാത്തിരുന്നോളൂ. സഹോദരങ്ങളെ, നമുക്കതിന് സ്വബർ വേണ്ടേ? ഒരു ഖുർആൻ ഒരു സൂറത്ത് ഓതുകയാണെങ്കിലും എത്ര നേരം സംസാരിച്ചു പോയി, ദിക്ർ ചൊല്ലുകയാണെങ്കിൽ എത്ര നേരം സംസാരിച്ചു പോയി, മൗലിദ് ഓതുകയാണെങ്കിൽ അതിനിടയിൽ എത്ര സംസാരിച്ചു പോയി. ചിലരൊക്കെ കാണാം മൗലൂദിനെക്കാളും വലുത് മൊബൈൽ ഫോണാണ്, എടുത്തങ്ങ് നീങ്ങുന്നത് കാണാം. എനിക്ക് അങ്ങനത്തെവരെ കണ്ടാ പറ്റ ദേഷ്യമാണ്. ചിലരോടൊക്കെ ഞാൻ തുറന്നു പറയാറുണ്ട്, അവർക്ക് പറ്റിയാലും ശരി പറ്റിയിട്ടില്ലെങ്കിലും ശരി, എനിക്കതൊക്കെ പറ്റും, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇഖ്ലാസോടെ പറയാണ്, പറ്റുമെങ്കിൽ സ്വീകരിച്ചോട്ടെ, പറ്റാത്തവർ സ്വീകരിക്കണം എന്നില്ല. അതെല്ലാത്തിനും ഉണ്ടാകും, പറ്റുന്നവരുണ്ടാകും, പറ്റാത്തവരുണ്ടാകും. നിസ്കാരത്തിനും ചിലപ്പോൾ ഇവർ സംസാരിച്ചു കളയും. ഇങ്ങനത്തെ ആൾക്കാർ നിസ്കാരത്തിൽ ഒന്നിങ്ങനെ വരല് നീക്കിയിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി എന്ന് ഉറക്കെ പറഞ്ഞാൽ മതിയല്ലോ, മറ്റേ ആൾക്ക് എത്തിയുള്ളൂ. ഇയാൾ നിസ്കാരത്തിലാണ്, നല്ല സുഖല്ലേ, ഇത് കേട്ടോളൂ. മൗലൂദിനാണ് വില, നിങ്ങളെ മൊബൈലിനാ വില. ആര് ഫോൺ വിളിച്ചാൽ എന്താ കഴിഞ്ഞിട്ടെടുത്താ പോരെ? മൗലൂദിന്റെ സദസ്സ് അനങ്ങാൻ പാടുണ്ടോ? അവിടെ ഇരുന്ന് സ്വബർ ചെയ്യണ്ടേ? ഒരൽക്കഫ് പോകുന്നതിന്റെ ഇടയിൽ ആ അൽക്കഫും കൊണ്ട് കാണാൻ പുറത്തു പോയി നിന്നിട്ട് അൽക്കഫിനൊന്നുമല്ല വില. അൽക്കഫ് അങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, അങ്ങനെ സ്വർക്കുന്നുണ്ടാവും. അൽക്കഫിനെക്കാളും വലിയ വില ആ സംസാരത്തിനാണ്. അവിടെ അസ്മ ചെയ്യണം, അൽക്കഫ് ഓതിയതിനു ശേഷമേ ഇനി സംസാരമുള്ളൂ. കാരണം ഖുർആനാ ഓതുന്നത്, അതിനിടയിൽ അജ്നബിയായ കലാം. ഉമ്മമാരെ, അതാണ് ഖുർആനോത്ത് അല്ലാഹു തആല കാര്യമായി പരിഗണിക്കാത്തത്. ഖുർആൻ ഓതുന്നതിനിടയിൽ സഹോദരിമാർ, ഇവിടുത്തെ സഹോദരിമാർ എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാൻ ഖുർആൻ ഓതുന്നത് കേട്ടില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ, ഇവിടുത്തെ ഹാൽ എനിക്കറിയില്ല. ഖുർആൻ മഗ്‌രിബിന് ശേഷം തുറന്നു വെച്ചാൽ അതിനിടയിൽ അടുക്കളയിലെ കാര്യമൊക്കെ അതിനിടയിൽ ഇങ്ങനെ പറയും, ഈ പുട്ടിന് തേങ്ങടും പോലെ. ഇടക്കിടക്ക് ഒരു 2-3 ആയത്ത് ഓതിയാൽ പിന്നെ പറയും അത് നോക്കെന്ന് പറയും, പിന്നെ കുറച്ച് ഞാൻ ഇത് നോക്കെന്ന് പറയും, പിന്നെ കുറച്ച് ഞാൻ മറ്റേ നോക്കെന്ന് പറയും. പിന്നെ ഈ തുറന്നു വെച്ച കിതാബ് അല്ലാഹു തആലാന്റെ കലാമിന് എന്തൊരു ബഹുമാനാണ്. ഓതിത്തീരുന്നത് വരെ ഇടയിൽ സംസാരിക്കരുത്. കേൾക്കുമ്പോൾ പോലും സംസാരിക്കാൻ പറ്റാത്തതല്ലേ ഖുർആൻ. വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ഓതുന്നതല്ല, മറ്റൊരാൾ ഓതിയാൽ ആരോദിക്കോട്ടെ, ടേപ്പ് റിക്കാർഡ് ഓതിക്കോട്ടെ, ഇനി തത്ത വന്ന് ഖുർആൻ ഓതിക്കോട്ടെ, ഒരു മരം ഖുർആൻ ഓതിക്കോട്ടെ, ആര് ഖുർആൻ ഓതി എന്നുള്ളത് വിഷയം അല്ല. അതിനാണ് ഖുരിആ എന്ന് പറഞ്ഞത്. വഇദാ ഖുരിഅൽ ഖുർആനു, ഓതുന്ന ആള് പ്രശ്നമല്ല, കേൾക്കുന്നത് ഖുർആനാണോ, ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞ അല്ലാഹു നിർത്തിയില്ല. വഅൻസിതു, നിങ്ങൾ മൗനം പാലിക്കണം. ഖുർആനിന് വേണ്ടിയാണ് ആ മൗനം. എന്തിനാണ് ഇത് രണ്ടും? ലഅല്ലകും തുർഹമൂൻ, ഖുർആൻ കേട്ടിട്ടൊരു ബറക്കത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ, അതുകൊണ്ടൊരു അനുഗ്രഹം കിട്ടാൻ, അതുകൊണ്ട് ഭാഗ്യം നേടാൻ. ഖുർആൻ ഓതുമ്പോ സംസാരിക്കുക എന്നുള്ള സ്വഭാവം, ഖുർആനോത്ത് കേൾക്കുന്നിടത്തതിനേക്കാളും വലിയ ശബ്ദത്തിലോ അത് കേൾക്കാൻ കൂട്ടാക്കാതെ സംസാരിക്കുകയോ ചെയ്യുന്ന സ്വഭാവം, അത് മുസ്ലിമിന്റെ സ്വഭാവമല്ല. കാഫിരീങ്ങളാണ് അങ്ങനെ പറഞ്ഞത്. ഖുർആനിലില്ലേ, വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. സത്യനിഷേധികൾ പറഞ്ഞു, ഈ ഖുർആൻ ആരും കേട്ടുകൊടുക്കരുത്. കാരണം ഖുർആൻ കേൾക്കുന്നവരൊക്കെ നബിതങ്ങളെ വിശ്വസിക്കുകയാണ്, അതുകൊണ്ട് കേൾക്കാൻ നിൽക്കരുത്. ഇനി അഥവാ നിങ്ങൾ കുടുങ്ങിപ്പോയാൽ അവിടെ അങ്ങോട്ട് അപശബ്ദങ്ങൾ ഉണ്ടാക്കും, എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കും, എന്നാലും കേൾക്കാൻ പാടില്ല. ഖുർആൻ ഓതുന്നിടത്ത് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അല്ലാഹു തആലാന്റെ കലാമാണ്, നല്ല ബഹുമാനം അതിനോട് വേണം. അപ്പൊ ഖുർആൻ തുറന്നു വെച്ചിട്ട് തന്നെ നമ്മളെ ഭൗതിക സംസാരങ്ങൾ നടത്തിക്കൂടാ. ആ ഖുർആനെ ബഹുമാനിക്കണം, നന്നായി അതിനോട് ആദരവ് പാലിക്കണം, ബഹുമാനം പാലിക്കണം. അതിനൊരു സ്വബർ വേണം, നല്ല ക്ഷമ വേണം. നിസ്കാരം കഴിഞ്ഞാൽ ഇരുന്ന് ദിക്ർ ചൊല്ലണമെങ്കിൽ അതിന് സ്വബർ വേണം, അല്ലാതെ കഴിയൂല. ജമാഅത്തിന് കൃത്യമായി വന്ന് നിസ്കരിക്കണമെങ്കിൽ വല്ലാതെ സ്വബർ വേണം. ഖളാ ആകാതെ നിസ്കാരം കൊണ്ട് നടക്കണമെങ്കിൽ ചെറിയ സ്വബറൊന്നും പോരാ. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. അല്ലാഹു തആല പറഞ്ഞത് കണ്ടോ, വഅ്മുർ അഹ്ലക ബിസ്സലാ,
നിസ്കാരം കൊണ്ട് നിങ്ങൾ കുടുംബത്തോട് കൽപ്പിക്കണം, കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളോടും നിസ്കരിക്കാൻ പറയണം. വസ്തുബിർ അലൈഹ, നിസ്കാരത്തിന്റെ മേൽ ക്ഷമ പാലിക്കാൻ പറയണം. നിസ്കരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം, നല്ല ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ എങ്ങനെങ്കിലും കാര്യങ്ങൾ സാധിപ്പിച്ചാ പോരാ. അതിന്റെ ഷർത്തും ഫർളും റുക്നും ആദാബും സുന്നത്തുകളും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള നിസ്കാരമാകണം. അതിന് നല്ല ക്ഷമ വേണം, തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. സഹോദരങ്ങളെ, നിസ്കാരം അങ്ങനെ പതിവാക്കിക്കൊണ്ട് നടക്കാനും നല്ല സ്വബർ വേണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇൽമ് ഹിക്മത്തായി മാറണം. നമുക്കൊക്കെയുള്ള ഇൽമു ഹിക്മത്താക്കി മാറ്റണം. അഥവാ ആ ഇൽമനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ.